ശമ്പളം വന്നു മോനെ. ശമ്പളം വന്നു. ആണോ? എത്ര വേണ്ടാ? അത് പിടുത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 20 സാധനം. വല്ലതും കിട്ടണ്ട? ഒന്നുമില്ലടാ, കൊറേ നേരായി. ഞാനേ ഇപ്പൊ നമ്മുടെ പൈസ വന്നത് കൊണ്ട് വേണ്ട വീട്ടില് കാര്യങ്ങൾ നടക്കാൻ. അപ്പൊ ഞാനിത് എന്താ ചെയ്യണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പൊ ഞാൻ ഒന്ന് എന്നോട് വന്നിട്ട് ചോദിച്ചിട്ടാവാന്ന് വിചാരിച്ചു. ഒരു കുറി ചേരി അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ നമുക്ക് വല്ല പ്രാന്തുണ്ടോ മോനെ? എടാ നീ നിനക്ക് പറ്റിയൊരു പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നീ ആ പൈസ എന്റെ തരിക, നിനക്ക് ആവശ്യമുള്ളപ്പോ അത് ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ തരും. അല്ല അതിപ്പോ എങ്ങനെ ശരിയാവും? എടാ നീ ഒരു കുറി തുടങ്ങുകയാണെങ്കിൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കണം. ആ കുറി കൃത്യമായിട്ട് ഓർമ്മ വേണം, പൈസ കൊടുക്കണം, നീ എവിടെയൊക്കെ പോകും. അത് ഇങ്ങനെയുള്ള കുറെ നൂലാമാലകളില്ലേ? അതിന് നിനക്ക് പറ്റിയൊരു സംഭവം നീ ആ പൈസ മുഴുവൻ എന്റെ തരിക. അപ്പൊ നിനക്ക് എപ്പോ ആവശ്യമുണ്ടോ ആ സമയത്ത് ഞാൻ നിനക്ക് പൈസ തരും. അല്ല ഏറ്റവും ബെറ്റർ. ആലോചിക്കേ. കുഴപ്പമില്ല, ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്താലോ എന്നല്ല. നീ അത് ഇന്ത്യയിൽ തന്നാ നിനക്ക് കൃത്യമായിട്ട് പൈസ തരുന്നു, ബാങ്കിലിട്ട പോലെ. അതല്ലേ? ആ അപ്പൊ അത് ഞാൻ ഇപ്പൊ നിനക്ക് തന്നു കഴിഞ്ഞാലേ ഞാനത് എപ്പ ചോദിക്കണം തിരിച്ച്? ഈ 24 മണിക്കൂർ കൊണ്ട് ചോദിക്കേ, വേണ്ട 48 മണിക്കൂർ കൊണ്ട് ചോദിച്ചോ, നിനക്ക് തരും. ല്ലേ? ഇവിടെ ജീവിക്കാൻ പഠിക്ക്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ആ പൈസ ഞാൻ നിനക്ക് തരാം.